മന്ത്രിച്ച് ഊതിത്തരാൻ പറഞ്ഞിട്ട് കൊടുത്തയച്ചാലേ ആ മനുഷ്യൻ ഫാത്തിഹ ഓതിയിട്ട് വിഷം ഇറങ്ങിപ്പോയ ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അസറുണ്ടായിരുന്നു. കാരണം അയാള് അല്ലാഹുവിനെ ഓർക്കുന്ന മനുഷ്യനാണ്, ദിക്ർ ചൊല്ലുന്ന മനുഷ്യനാണ്. പിശാച് എല്ലാവരും കൂടിയുണ്ട്. പിശാചിന് നമ്മളോട് ഇഷ്ടമാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ശ്രദ്ധ ദീനിൽ നിന്ന് തെറ്റുന്നുണ്ടോ? നമ്മുടെ ശ്രദ്ധ കുടുംബമാകുന്ന തീരത്തിൽ നിന്ന് തെറ്റുന്നുണ്ടോ? ഏറ്റവും വലിയ അനാശാസ്യങ്ങളാകുന്ന കടലാകുന്ന ലഹരിയിലേക്ക് നമ്മുടെ സൗഹൃദങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ? അപ്പോഴൊക്കെ ഇബ്ലീസ് നമ്മളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ നമ്മളിൽ തന്നെ ഇബ്ലീസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ കൂടെ ഒരു ഉറ്റ തോഴനുണ്ട്. ആ ഇബ്ലീസിനെ ഏൽപ്പിക്കപ്പെട്ടത് തന്നെ നിങ്ങളെ പിഴപ്പിക്കാനാണ്. ഈ പറയുന്ന മുഹമ്മദ് മുസ്തഫയാകുന്ന ഞാൻ വരെ അങ്ങനെയായിരുന്നു. എങ്കിലും അല്ലാഹു തആല ആനനി അലൈഹി ഫാസ്ലമ, എന്റെ മേൽ, എന്റെ ഇബ്ലീസിന്റെ മേൽ എനിക്ക് വിജയം തന്നു. എന്റെ ഇബ്ലീസിനെ അല്ലാഹു തആല മുസ്ലിമാക്കി തന്നു. അതുകൊണ്ട് എന്നെ പിഴപ്പിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഇബ്ലീസ് മുസ്ലിമായി. നിങ്ങളുടെ ശരീരത്തിലുള്ള ഇബ്ലീസായിട്ട് തന്നെ തുടരുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരോടും കൂടെ ഇബ്ലീസ് ഉണ്ട്. അതുകൊണ്ട് സ്വഹാബത്തിനോടാണ് നബി ഇത് പറഞ്ഞത്. സാധാരണക്കാരായ നമ്മുടെ സ്ഥിതി പിന്നെ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ഈ പറഞ്ഞ രീതിയിൽ, ഞാൻ നേരത്തെ ബെന്യാമീന്റെ കഥ പറഞ്ഞ പോലെ, മറ്റുള്ളവരിലേക്ക് നോക്കാൻ നമ്മളെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കാം. അപ്പൊ ദേഷ്യം ഉണ്ടാവൂല, ഈർഷ്യ ഉണ്ടാവൂല, ക്രോധം ഉണ്ടാവൂല. താരതമ്യങ്ങൾ ഈ രീതിയിലേ നടക്കുള്ളൂ. ഉപരിപ്ലവമായ അല്ലെങ്കിൽ പുരോഗതിയുടെ പേരിലുള്ള താരതമ്യങ്ങളൊന്നും നടക്കൂല. ഖുർആൻ പറഞ്ഞില്ലേ, ഖുർആന്റെ ചില വേർഡ് സെലക്ഷൻ നമ്മളൊന്ന് ആലോചിച്ചു അല്ലേ? ഇഹ്സാൻ ചെയ്തവരെ അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടാണ്. അപ്പം നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നന്മ ഏതാണ്? വിട്ടുവീഴ്ചയാണ്. അതേപോലെ ഉമ്മാനി നോക്കാനോട് അല്ലാഹു പറയില്ലേ, വബിൽ വാലിദൈനി ഇഹ്സാന. അവിടെ അബ് ഉമ്മ എന്ന് പറഞ്ഞില്ല. അബ് ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മം തന്ന രണ്ട് പേർ അല്ലേ? നമ്മുടെ ജനകൻ, നമ്മുടെ ജനനി, മാതാവ്, നമ്മുടെ പിതാവ്. പക്ഷെ വാലിദ് എന്ന് പറയുന്നിടത്ത് പണ്ട് കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞ ഒടുക്കം അമ്മ എന്നെ പെറ്റു തീർന്നു എന്ന് പറഞ്ഞു. എപ്പോഴാ നമ്മളെ നമ്മളെ പ്രസവിച്ച് തീരുന്നത്? ഉമ്മ മരിക്കുന്നതോടുകൂടെ, അല്ലെങ്കിൽ നമ്മളെ മരിക്കുന്നതോടുകൂടെ. ആരാ ആദ്യം പിരിയണത്? അപ്പോഴാണ് അവിടെ പേര് പൂർത്തിയാക്കുന്നത്. അപ്പൊ